ഹായ്, വെൽക്കം ടു ക്രാക്ക് വൺ. ഇപ്പം നമ്മളിത് നോക്കാൻ പോകുന്ന 2026 കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. PSCക്ക് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ വരുന്നത് കറണ്ട് അഫയർ സെക്ഷനിൽ നിന്നാണെന്ന് എല്ലാവർക്കും അറിയാലോ. കാരണം നല്ലൊരു ശതമാനം മാർക്കും വരുന്നത് കറണ്ട് അഫയറിൽ നിന്ന് വരുന്നത്. കാരണം ഏത് ടോപ്പിക് ആണെങ്കിലും ആ ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് അവർ ചോദിക്കാറുണ്ട്. സിലബസ് പ്രത്യേകം എടുത്ത് പറയുന്ന ഒരു ടോപ്പിക്കാണ് കറണ്ട് അഫയർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ കറണ്ട് അഫയറും ബാക്കിയുള്ള ടോപ്പിക്കുകളുടെ കൂടെ നോക്കുന്നുണ്ടെന്നാണ് കരുതുന്നത്. ക്ലാസ്സിൽ കിടക്കാം. PSLV C-62 ദൗത്യത്തിന്റെ പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷനാണ് പ്രൊഫസർ കെ വിജയരാഘവൻ. ഇന്ത്യയിലെ ആദ്യ ഡിസബിലിറ്റി റീഹാബിലിറ്റേഷൻ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് വയനാട്ടിലാണ് ആദ്യത്തെ ഡിസബിലിറ്റി റീഹാബിലിറ്റേഷൻ യൂണിവേഴ്സിറ്റി വരുന്നത്. സംസ്ഥാന സർക്കാർ 2026 നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത് ദർശന ജാവേരിക്കാണ്. സംസ്ഥാന സർക്കാരിന് 2022 നിശാഗന്ധി പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ദർശന ജാവേരിക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി ഇന്ത്യൻ വ്യോമസേന അഭ്യാസമായ വായു ശക്തി 2026 വേദിയാവുന്നത് പൊക്രാനിലാണ് വായു ശക്തി 2026. എന്താണ് അപ്പോൾ വ്യോമസേനയുടെ അഭ്യാസത്തിന്റെ പേരെന്താണ്? വായു ശക്തി 2026. 2020 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം യുവരാജ് സംറ. ഈ വർഷത്തിൽ അതായത് 2026 2020 ക്രിക്കറ്റ് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. അപ്പോൾ ഇതിനകത്ത് തന്നെ ഒരുപാട് ക്വസ്റ്റ്യനുകൾ എന്തായാലും PSC ചോദിക്കാൻ സാധ്യതയുണ്ട്. ആരാണ് റണ്ണറപ്പ്, ആരാണ് വിജയ് എന്ന്, ഏറ്റവും നല്ല പെർഫോമർ ആരാണ്, അങ്ങനെയൊക്കെ എന്തായാലും ചോദിക്കുന്നുണ്ട്. മാൻ ഓഫ് ദി മാച്ച് ആരാണ്, മാൻ ഓഫ് ദി ടൂർണമെന്റ് എന്തായാലും ചോദിക്കും. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ടൂർണമെന്റ് ആരാന്ന് എന്താണെന്നൊക്കെ. അപ്പോൾ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. ഈ PSC സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എല്ലാം പഠിച്ചു നോക്കുക. കാരണം സ്പോർട്സിനകത്ത് അത്യാവശ്യം നല്ല മാർക്കിന് തന്നെ വരുന്നുണ്ട്. അത് കൂടുതലും കറണ്ട് അഫയർ ആയിരിക്കും സ്പോർട്സ് ഏരിയകളിൽ നിന്ന് ഇവർ കൂടുതലും ചോദിക്കാറ്, PSC ചോദിക്കുന്നത്. അപ്പം അതെന്തായാലും നന്നായിട്ട് നോക്കുക. 2020 ലോകകപ്പ് നന്നായിട്ട് നോക്കി നോക്കുക. ഈ 2020 ലോകകപ്പിന്റെ തന്നെ ബന്ധപ്പെട്ട് തന്നെ ഒരു ക്ലാസ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അധികം വൈകാതെ തന്നെ അങ്ങനെ ഒരു ക്ലാസ് ഉണ്ടാകും. അപ്പോൾ ഇനി അടുത്ത റോഡ് അപകടത്തിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച സൗജന്യ ചികിത്സാ പദ്ധതിയാണ് PM റാഹത്ത്. ഈ PM റാഹത്തിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ റോഡ് ആക്സിഡന്റ് വിക്ടിം ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് അഷ്വേർഡ് ട്രീറ്റ്മെന്റ് എന്നാണ്. അതിന്റെ ഫുൾ ഫോം റോഡ് ആക്സിഡന്റ് വിക്ടിം ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് അഷ്വേർഡ് ട്രീറ്റ്മെന്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഇനി 2026 ബയോ ഏഷ്യ ഉച്ചകോടിക്ക് വേദിയാവുന്ന നഗരം ഹൈദരാബാദാണ്. എവിടെയാണ്? ഹൈദരാബാദ്. ഇനി ഓപ്പറേഷൻ സ്ക്രിപ്റ്റ്സ് ഏത് ജീവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കടുവയെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി കേരളത്തിലെ ആദ്യ ട്രൈബൽ മൾട്ടി പർപ്പസ് സെന്റർ നിലവിൽ വരുന്നത് വാളാന്തോട് മലപ്പുറത്താണ് കേരളത്തിലെ ആദ്യ ട്രൈബൽ മൾട്ടി പർപ്പസ് സെന്റർ നിലവിൽ വരുന്നത്. ഇനി 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച ഡേവിഡ് ജെ ഫർബർ അറിയപ്പെടുന്ന എന്ത് പേരിലാണ്? ഇന്റർനെറ്റിന്റെ മുത്തശ്ശൻ. അപ്പൊ ഇനിയിപ്പം മിക്കവാറും ചോദ്യം വരാൻ സാധ്യത, ഈ അടുത്ത് മരിച്ച ഇന്റർനെറ്റിന് മുത്തശ്ശൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാന്ന് ചിലപ്പോൾ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഡേവിഡ് ജെ ഫർബർ ആണ്. ഇനി ഡേവിഡ് ജെ ഫർബർ എന്താണ് അറിയപ്പെടുന്നത് വെച്ചാൽ ഇന്റർനെറ്റിന് മുത്തശ്ശൻ. അങ്ങനെ രണ്ട് രീതിയിൽ ഇത് ചോദ്യം വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി കേരളത്തിൽ കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളം കൂടിയ പാലം, ആ പാലം പെരുമ്പളം പാലാണ്. ആലപ്പുഴ ജില്ലയിലാണ് പെരുമ്പളം പാലം. അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ കേരളത്തിലെ കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളം കൂടിയ പാലമാണിത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി BBC ഇന്ത്യ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2025 തെരഞ്ഞെടുക്കപ്പെട്ടത് സ്മൃതി മന്ദാനയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2025 തെരഞ്ഞെടുക്കപ്പെട്ട ആരാണ്? സ്മൃതി മന്ദാനയാണ്. ഇനി ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സോളാർ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ സ്റ്റേഷൻ വരുന്നത് വൈക്കത്താണ്. 2026 ഫെബ്രുവരി സമ്പൂർണ്ണ നക്സൽ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ. സമ്പൂർണ്ണ നക്സൽ വിമുക്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബീഹാറിനെ. ഇനി ഇന്ത്യയുടെ മൂന്നാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ് INS ഹരിതമൻ. ഏതാണ്? INS ഹരിതമൻ. ഇതിന്റെ പ്രത്യേകത എന്താണ്? മൂന്നാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ്. ഈ 2027 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇമ്പാക്ട് ഉച്ചകോടിക്ക് വേദിയാവുന്നത് ജനീവയാണ്. ഈ ജനീവ 2027 അടുത്ത വർഷത്തെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇമ്പാക്ട് ഉച്ചകോടിക്ക് വേദിയാവുന്നതാണ് ജനീവ. കാരണം 2026 ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. കാരണം വെച്ചാൽ 2026 നടന്നത് അത് ഇന്ത്യയിൽ വെച്ച് നടന്നത്. ഇന്ത്യയിൽ ന്യൂഡൽഹിയിൽ വെച്ചായിരുന്നു നടന്നത്. അതുകൊണ്ട് 2026 ഇതിനെപ്പറ്റി ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈ 2027 എവിടെ വെച്ചാണ് നടക്കാൻ പോകുന്നത് വെച്ചാൽ അത് ജനീവയിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. ഈ 2026 ഫെബ്രുവരി ലോസർ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഹിമാചൽ പ്രദേശാണ്. ഈ ദേശീയ പാതയോരങ്ങളിൽ തേനീച്ചകൾക്ക് സുരക്ഷിതമായ ആവാസ വ്യവസ്ഥ ഉറപ്പാക്കുന്നതിന് നാഷണൽ ഹൈവേ അതോറിറ്റി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബി കോറിഡോർ. എന്താണ്? ബി കോറിഡോർസ്. ഈ സംസ്ഥാന റവന്യൂ പുരസ്കാരം 2026 മികച്ച കളക്ടറേറ്റ് ആയിട്ട് തിരഞ്ഞെടുത്തത് തിരുവനന്തപുരം കളക്ടറേറ്റിനാണ്.
ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത് കല്യാട്, കണ്ണൂരെ കല്യാടാണ്. കണ്ണൂരുള്ള കല്യാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആദ്യ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം. ഇന്ത്യയിലെ ആദ്യ കാഴ്ചാ പരിമിത സൗഹൃദ മ്യൂസിയമാണ് നിള ഹെറിറ്റേജ് മ്യൂസിയം. ഏതാണ്? നിള ഹെറിറ്റേജ് മ്യൂസിയം. ഇനി 2026 ഫെബ്രുവരിയിൽ കേരളത്തിൽ 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് VP ജോയി ആണ്. VP ജോയി എത്രാമത്തെ ശമ്പള പരിഷ്കരണ കമ്മീഷനാണെന്ന് ഓർക്കണം? 12ാമത്തെ ശമ്പള പരിഷ്കാര കമ്മീഷനാണ് കേട്ടോ. 12ാമത്തെ ശമ്പള പരിഷ്കാര കമ്മീഷനാണ് VP ജോയി. അത് നിയമിച്ചത് 2026 ഫെബ്രുവരിയിലാണ്. ഈ 2026 ഫെബ്രുവരിയിൽ ഹിമാചൽ പ്രദേശിൽ വെച്ച് നടക്കുന്ന ഇന്ത്യയുടെ അമേരിക്കയും തമ്മിലുള്ള നടക്കുന്ന സംയുക്ത സൈനികാഭ്യാസമാണ് വജ്രപ്രഹാർ. ആരൊക്കെ തമ്മിൽ നടക്കുന്നത്? ഇന്ത്യയുടെ അമേരിക്കയുടെ സംയുക്ത സൈനിക അഭ്യാസമാണ്. എവിടെ വെച്ച് നടക്കുക? ഹിമാചൽ പ്രദേശിൽ. പേര് വജ്രപ്രഹാർ. 79ാമത് ബഫ്ത അവാർഡിൽ മികച്ച കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമുള്ള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സിനിമയാണ് ബൂം. ബൂം ആണ് 79ാമത് ബാഫ്ത അവാർഡിൽ മികച്ച കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമുള്ള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സിനിമ. ഈ 2020 ക്രിക്കറ്റിൽ 700 വിക്കറ്റുകൾ നേടുന്ന ആദ്യ താരം റാഷിദ് ഖാൻ ആണ്. ആരാണ്? റാഷിദ് ഖാൻ. ലോകത്തിലെ ആദ്യ നാഷണൽ കൗ കൾച്ചർ മ്യൂസിയം നിലവിൽ വരുന്നത് മധുരയിലാണ്. മധുര. ഈ രാജസ്ഥാനിന്റെ മൗണ്ട് അബുവിന്റെ പുതിയ പേര് അബു രാജ് എന്നാട്ടോ. ഇത് ഓർത്ത് വെച്ചോളൂ. കാരണം ഇപ്പൊ കുറെ സ്ഥലങ്ങളിൽ പേര് വരുന്നത്. അതുപോലെ തന്നെ മൗണ്ട് അബു എന്ന് പറയുന്നത് ജോഗ്രഫിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് വരുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിന്റെ പേര് മാറ്റുമ്പോൾ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പൊ മൗണ്ട് അബുവിന്റെ പുതിയ പേരാണ് അബു രാജ് എന്നാണ് കേട്ടോ. അബു രാജ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇതുപോലത്തെ നല്ല ടോപ്പിക്കുകളായിട്ട് അടുത്ത ദിവസം വരും. താങ്ക് യു.